ഇടുക്കി കാന്തല്ലൂരിൽ സ്വകാര്യ ഭൂമിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ കണ്ടു. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞത്. സോളാർ വേലിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റതാവാം ഈ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാന്തല്ലൂരിൽ ചെരിയുന്ന രണ്ടാമത്തെ ആനയാണ്. പുതുവെട്ട് ഭാഗത്താണ് ഈ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സോളാർ വേലിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റതായിരിക്കാം മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ട് വനംവകുപ്പിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്, അതിലേക്ക് ആന കയറാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണ വേലി ഉണ്ടായിരുന്നു. അതിൽ അമിതമായി വൈദ്യുതി കടത്തിവിട്ടതായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയത്. സാധാരണഗതിയിലുള്ള രീതിയിലായിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഈ സ്വകാര്യ ഭൂ ഉടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആന ചെരിഞ്ഞ സ്ഥിതിക്ക്. മാത്രമല്ല, ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇതിനിടയിൽ 2 കാട്ടാനകൾ ചെരിയുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, വലിയൊരു ദൌത്യം അവിടെ നടക്കുകയാണ് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനു വേണ്ടി. അതിനിടയിൽ ഇങ്ങനെ കാട്ടാനകൾ ചെരിയുന്ന സംഭവം കൂടി നിത്യ കഥയാകുമ്പോൾ അത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തും. മാത്രമല്ല, ഈ വൈദ്യുതി വേലി ഉണ്ടാക്കിയ സ്ഥല ഉടമയ്ക്കെതിരെ കേസ് അടിയന്തരമായി എടുക്കുമെന്നുമാണ് വനംവകുപ്പ് പറയുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.